കിങ്സ് അക്കാദമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റിഡോക്സ് റിയാക്ഷൻ, റിഡോക്സ് രാസപ്രവർത്തനം എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോണേ. അപ്പൊ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ടീച്ചർ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാണ്ട് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The equation of a chemical reaction is given. Mg plus F2 gives. Mg യും F2 തമ്മിൽ ചേർന്ന് എന്താ ഉണ്ടാവുക, നമ്മുടെ MgF2. Mg plus F2 gives MgF2, magnesium fluoride. Hence, electronic configuration of magnesium is 2,8,2 and fluorine is 2,7. അതായത് മെഗ്നീഷ്യം ഫ്ലൂറിനും ചേർന്നിട്ട് മെഗ്നീഷ്യം ഫ്ലൂറൈഡ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഉണ്ടാകുന്ന ഒരു ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് മെഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷനും ഫ്ലൂറിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷനും തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ആറ്റം ലോസസ് ഇലക്ട്രോൺ ഇൻ ദിസ് റിയാക്ഷൻ? ഈ രാസപ്രവർത്തനം നടക്കുമ്പോ ഇലക്ട്രോണെ നഷ്ടപ്പെടുന്ന ആറ്റം ഏത് എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. നമുക്കറിയാം, ഒരാറ്റം സ്റ്റേബിൾ ആവാൻ വേണ്ടി കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കും. അപ്പൊ അവരൊന്നില്ലെങ്കിൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും, അല്ലെങ്കിൽ ഇലക്ട്രോണിനെ വാങ്ങും, അല്ലെങ്കിൽ ഇലക്ട്രോണിനെ ഷെയർ ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ ഏത് ആറ്റമാണ് ഇലക്ട്രോണിന് വിട്ടുകൊടുക്കുന്നതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. മെഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാം. മെഗ്നീഷ്യത്തിന്റെ കോൺഫിഗറേഷൻ എങ്ങനെയാ? 2,8,2. ഒരാറ്റം സ്റ്റേബിൾ ആണെങ്കിൽ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്ക് ഇലക്ട്രോൺസ് വേണം, 8 എണ്ണം വേണം. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആറ്റം സ്റ്റേബിൾ ആണെന്ന് പറയാം. മെഗ്നീഷ്യത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പൊ മെഗ്നീഷ്യം സ്റ്റേബിൾ അല്ല. സ്റ്റേബിൾ ആവാൻ വേണ്ടി എന്ത് ചെയ്യും, മെഗ്നീഷ്യം ഈ 2 ഇലക്ട്രോണിന് അങ്ങോട്ട് കൊടുക്കും. അപ്പൊ ഇവിടെ ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്നത്, ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്നത് ആർക്കാണ്? മെഗ്നീഷ്യത്തിനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ആറ്റം ആക്ട് ആസ് ദ ഓക്സിഡൈസിങ് ഏജന്റ്? ഓക്സിഡൈസിങ് ഏജന്റ് അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജന്റ് ആരാണെന്ന് ചോദിച്ചാല്, ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യം ഓക്സിഡേഷൻ ആർക്കാണ് സംഭവിച്ചത്, റിഡക്ഷൻ ആർക്കാണ് സംഭവിച്ചത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രോണിക് കോൺസെപ്റ്റ് അനുസരിച്ച് ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കുന്ന ആൾക്ക് ഓക്സിഡേഷൻ സംഭവിക്കും, ഇലക്ട്രോണിനെ വാങ്ങുന്ന ആൾക്ക് റിഡക്ഷൻ സംഭവിക്കും. ലോസ് ഓഫ് ഇലക്ട്രോൺ ഈസ് കോൾഡ് ഓക്സിഡേഷൻ ആൻഡ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ഈസ് കോൾഡ് റിഡക്ഷൻ. ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക, റിഡക്ഷൻ എന്ന് വെച്ചാൽ ഇലക്ട്രോണിനെ വാങ്ങുക. ഇവിടെ നോക്കിയേ, മെഗ്നീഷ്യം ആണ് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തത്. സോ നമുക്ക് എന്ത് പറയാം, മെഗ്നീഷ്യത്തിന് ഓക്സിഡേഷൻ സംഭവിച്ചു. മെഗ്നീഷ്യത്തിനാണ് എന്ത് സംഭവിക്കുന്നത്, ഓക്സിഡേഷൻ സംഭവിച്ചത്. ഇവിടെ ഫ്ലൂറിനാണ് എന്ത് ചെയ്യുക, ഫ്ലൂറിന്റെ കോൺഫിഗറേഷൻ 2,7 ആണ്. സ്റ്റേബിൾ ആവാൻ വേണ്ടി ഫ്ലൂറിന് എന്ത് ചെയ്യും, ഒരു ഇലക്ട്രോണിനെ വാങ്ങും. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഫ്ലൂറിനാണ് ഇവിടെ റിഡക്ഷൻ സംഭവിച്ചത്. ഇനി നോക്കിയേ, വാട്ട് യു മീൻ ബൈ ഓക്സിഡൈസിങ് ഏജന്റ്? ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് വെച്ചാൽ എന്താ? ഒന്നുമില്ല, ഓക്സിഡേഷൻ നടത്തുന്ന ആൾ. റെഡ്യൂസിങ് ഏജന്റ് എന്ന് വെച്ചാൽ റിഡക്ഷൻ നടത്തുന്ന ആൾ. ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, ഓക്സിഡേഷൻ സംഭവിച്ച ആളായിരിക്കും നമ്മുടെ റെഡ്യൂസിങ് ഏജന്റ് ആൻഡ് റിഡക്ഷൻ സംഭവിച്ച ആളായിരിക്കും നമ്മുടെ ഓക്സിഡൈസിങ് ഏജന്റ്. ഒന്നുകൂടെ പറയാം, റിഡക്ഷൻ സംഭവിച്ച ആള് ഓക്സിഡൈസിങ് ഏജന്റും ഓക്സിഡേഷൻ സംഭവിച്ച ആള് റെഡ്യൂസിങ് ഏജന്റും ആയിരിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാ മതി ട്ടാ. ഓക്കെ, റെഡ്യൂസിങ് ഏജന്റ് അണ്ടർഗോ ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ സംഭവിച്ച ആളാണ് റെഡ്യൂസിങ് ഏജന്റ് ആൻഡ് റിഡക്ഷൻ സംഭവിച്ച ആളാണ് നമ്മുടെ ഓക്സിഡൈസിങ് ഏജന്റ്. അത്രേ ഉള്ളൂ. ഇവിടെ ചോദിച്ചേക്കുന്നത് വിച്ച് ഈസ് ദ ഓക്സിഡൈസിങ് ഏജന്റ് എന്നാണ്. ഓക്സിഡൈസിങ് ഏജന്റ് ആരാണ്? റിഡക്ഷൻ സംഭവിച്ച ആളാണ്. ഇവിടെ റിഡക്ഷൻ സംഭവിച്ച ആർക്കാണ്? ഫ്ലൂറിൻ ആണ്. സോ ഫ്ലൂറിൻ ആണ് നമ്മുടെ ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പൊ എപ്പോഴും ഓർത്തു വെക്കുക, വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. റിഡക്ഷൻ സംഭവിച്ച ആള് ഓക്സിഡൈസിങ് ഏജന്റ്, ഓക്സിഡേഷൻ സംഭവിച്ച ആള് റെഡ്യൂസിങ് ഏജന്റ്. ഓക്കെ, സിമ്പിൾ ആണ് കേട്ടാ. അടുത്ത നോക്കാം. അനലൈസ് ദ റിയാക്ഷൻ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഒരു റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. 2Na plus Cl gives 2NaCl. സോഡിയവും ക്ലോറിനും ചേർന്നിട്ട് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നു. ഓക്കെ, ഹിന്റ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സോഡിയം എന്ന് പറയുന്നത് 2,8,1 ആണ് ആൻഡ് ക്ലോറിൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,7 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആറ്റം ഗെറ്റ് ഓക്സിഡൈസ്ഡ്? ഇവിടെ ആർക്കാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്? സോഡിയത്തിനാണോ ക്ലോറിനാണോ ഇവിടെ ഓക്സിഡേഷൻ സംഭവിക്കുന്നത്? നമുക്കറിയാം, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത് ഓക്സിഡേഷൻ ആൻഡ് ഇലക്ട്രോണിനെ വാങ്ങുന്നത് റിഡക്ഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അനുസരിച്ച് സോഡിയത്തിന്റെ കോൺഫിഗറേഷൻ വരെന്താ 2,8,1 എന്നാണ് ആൻഡ് ക്ലോറിന്റെ കോൺഫിഗറേഷൻ വരുന്നത് 2,8,7 എന്നാണ്. ഓക്കെ, അപ്പോ സ്റ്റേബിൾ ആവാൻ വേണ്ടി സോഡിയം എന്ത് ചെയ്യും, ഒരു ഇലക്ട്രോണിനെ കൊടുക്കും. ഇലക്ട്രോണിനെ കൊടുക്കുന്നതാണ് ഓക്സിഡേഷൻ. മോസ്റ്റ് പ്രോബബ്ലി മെറ്റൽസ് ഒക്കെ
മെറ്റൽസിനൊക്കെ ഓക്സിഡേഷൻ സംഭവിക്കുകയാണ് ചെയ്യാം. കാരണം മെറ്റൽസ് എന്താ ചെയ്യുന്നത്? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക എപ്പോഴും കേട്ടോ. അടുത്തത് വിച്ച് ആറ്റം അണ്ടർഗോ ഓക്സിഡേഷൻ. ആർക്കാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്? അപ്പൊ സോഡിയത്തിനാണ് ഇവിടെ ഓക്സിഡേഷൻ സംഭവിച്ചത്. കാരണം സോഡിയം ആണ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത്. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതാണ് ഓക്സിഡേഷൻ. റൈറ്റ് ഇക്വേഷൻ ഫോർ റിഡക്ഷൻ റിയാക്ഷൻ. ഇവിടെ നടക്കുന്ന റിഡക്ഷൻ റിയാക്ഷൻ ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ എഴുതാൻ എളുപ്പമാണ് കേട്ടോ. ഇവിടെ ആർക്കാ റിഡക്ഷൻ സംഭവിക്കുക? ക്ലോറിനാണ്. എങ്ങനെ സംഭവിക്കുക? ക്ലോറിൻ എന്ന് പറഞ്ഞാല് അവർക്ക് സ്റ്റേബിൾ ആവാൻ വേണ്ടിട്ട് ഒരു ഇലക്ട്രോണും കൂടെ വേണം. ക്ലോറിൻ എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ വാങ്ങും. ഓക്കെ, ഇവിടെ ക്ലോറിനാണ് റിഡക്ഷൻ സംഭവിക്കണേ. ക്ലോറിന് ഒരു ആറ്റം ആയിരുന്നു അല്ലെ? ക്ലോറിൻ എന്തായിരുന്നു? ക്ലോറിൻ ഒരു ആറ്റം ആയിരുന്നു. ആറ്റത്തിന്റെ ലാസ്റ്റ് 7 ഇലക്ട്രോൺ ആണുള്ളത്. ക്ലോറിൻ സ്റ്റേബിൾ ആവാൻ വേണ്ടി എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണിനെ വാങ്ങും. ക്ലോറിൻ എന്താ ചെയ്തേ? പ്ലസ് വാങ്ങിയല്ലേ? അപ്പൊ പ്ലസ് എന്നിടാ. എത്ര ഇലക്ട്രോണിനെ വാങ്ങി? ഒരു ഇലക്ട്രോണിനെ വാങ്ങി. ഗിവ്സ്. അപ്പൊ എന്തായിട്ട് മാറി? Cl- അയോൺ ആയിട്ട് മാറി. ക്ലോറിൻ എന്ന് പറഞ്ഞ ആറ്റം സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോണിനെ വാങ്ങുകയും അത് Cl- അയോൺ ആയി മാറുകയും ചെയ്യുന്നു. ഇതാണ് ഇവിടെ നടക്കുന്ന റിഡക്ഷന്റെ ഇക്വേഷൻ ട്ടാ. ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് Cl- അയോൺ ആയിട്ട് മാറി. എത്ര ഇലക്ട്രോണിനെ വാങ്ങണോ അത്രയും നെഗറ്റീവ് ചാർജ് കിട്ടും. അത് ഓർത്ത് വെക്കാം. ഓക്കെ, റിഡക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രോണിനെ വാങ്ങണതാണ്. ക്ലോറിൻ ആണ് ഇവിടെ ഇലക്ട്രോണിനെ വാങ്ങിയത്. ക്ലോറിൻ എത്ര ഇലക്ട്രോണിനെ വാങ്ങി? ഒരു ഇലക്ട്രോണിനെയാണ് വാങ്ങിയത്. ഇക്വേഷൻ എന്താ പറഞ്ഞത്? Cl+1 ഇലക്ട്രോൺ ഗീവ്സ് Cl-. ത്രൂ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഓക്സിഡേഷന്റെ ഇക്വേഷൻ എഴുതി നോക്കാല. ഓക്സിഡേഷന്റെ ഇക്വേഷൻ എന്താണ്? സോഡിയത്തിനാണ് ഓക്സിഡേഷൻ സംഭവിച്ചേ. സോഡിയം ഒരു ആറ്റം ആയിരുന്നു. ഇങ്ങനെ പറഞ്ഞാൽ നല്ല എളുപ്പമാണ് കേട്ടോ. സോഡിയം ഒരു ആറ്റം ആയിരുന്നു. സ്റ്റേബിൾ ആവാൻ വേണ്ടി സോഡിയം എന്ത് ചെയ്യും? സ്റ്റേബിൾ ആവാൻ വേണ്ടി സോഡിയം എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണിനെ അങ്ങോട്ട് വിട്ടുകൊടുക്കും. അപ്പൊ സോഡിയത്തിന് എന്ത് കിട്ടും? ഒരു പോസിറ്റീവ് ചാർജ് കിട്ടും. അപ്പൊ Na gives Na++1 ഇലക്ട്രോൺ. ഇതാണ് ഓക്സിഡേഷൻ ഇക്വേഷൻ. ഒരു കഥ പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തില് ഇവിടെ നിന്ന് വരുന്ന ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. സിമ്പിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. An unbalanced chemical equation is given. N2 + H2 gives NH3. നൈട്രജനും ഹൈഡ്രജനും ചേർന്നിട്ട് അമോണിയ NH3 ഉണ്ടാവുന്ന ഒരു ഇക്വേഷൻ ആണ്. Which are the reactants in this equation? In this reaction. ഈ റിയാക്ഷനില് റിയാക്ടൻസ് ആരാണ് റിയാക്ടൻസ്? ഒരു റിയാക്ഷനില് പങ്കെടുക്കുന്ന പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ റിയാക്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ആരോ എന്നാണ് പറയാ. ആരോടെ ബാക്കിൽ വരുന്ന ആൾക്കാരാണ് റിയാക്ടൻസ്. അപ്പൊ ഇവിടെ റിയാക്ടൻസ് ആയിട്ട് വരുന്നത് നൈട്രജനും ഹൈഡ്രജനും ആണ് കേട്ടോ. ഓക്കെ, ഇവിടുത്തെ റിയാക്ടൻസ് ആരൊക്കെയാണ്? നൈട്രജൻ എഴുതാം, അല്ലെങ്കിൽ N2 എന്നൊക്കെ എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, ഇവിടുത്തെ റിയാക്ടൻസ് ആണ് നൈട്രജൻ, ഹൈഡ്രജൻ. ഇത് എഴുതാനുള്ള എളുപ്പത്തിന് സിമ്പിൾ ഇടണുള്ളൂ കേട്ടോ. N, H, N2, H2. നൈട്രജനും ഹൈഡ്രജനും ആണ് നമ്മുടെ ഇവിടെയുള്ള റിയാക്ടൻസ്. ഇനി ബാലൻസ് ദ എബോവ് കെമിക്കൽ ഇക്വേഷൻ. ഈ ഇക്വേഷനെ ബാലൻസ് ചെയ്യാം. എപ്പോഴാണ് ഒരു കെമിക്കൽ ഇക്വേഷൻ ബാലൻസ്ഡ് ആവുന്നത്? അതായത് ഓരോ എലമെന്റിന്റെ എത്ര ആറ്റങ്ങൾ റിയാക്ടൻസ് സൈഡിലുണ്ടോ അത്രയും ആറ്റങ്ങൾ എവിടെ വേണം? പ്രൊഡക്റ്റ് സൈഡിൽ വേണം. എങ്കിൽ മാത്രം ഒരു ഇക്വേഷൻ ബാലൻസ്ഡ് ഇക്വേഷൻ ആണെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ബാലൻസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. നോക്കാം, ഇത് റിയാക്ടൻസ് സൈഡ് ആണ്, ഇത് പ്രൊഡക്റ്റ് സൈഡിലാണ്. ഓക്കെ, റിയാക്ടൻസ് സൈഡിൽ എത്ര നൈട്രജൻ ഉണ്ടെന്ന് നോക്കിയേ. എത്ര നൈട്രജന്റെ ആറ്റം ഉണ്ടെന്നാണ് നോക്കണ്ടേ കേട്ടാ. ആറ്റം എന്ന് പറയുമ്പോൾ ഫ്രണ്ടിലുള്ള അടിയിലുള്ള നമ്പർ. എത്ര നൈട്രജൻ ഉണ്ട്? 2 നൈട്രജൻ ആണുള്ളത്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2. ഓക്കെ, ഇനി പ്രൊഡക്റ്റ് സൈഡില് എത്ര നൈട്രജൻ ഉണ്ട്? അടിയിൽ ഒന്നും വരില്ല. അതിനർത്ഥം എന്താ? നൈട്രജൻ ഒരെണ്ണാണുള്ളത്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഓക്കെ ഓക്കെ, റിയാക്ടൻസ് സൈഡിൽ എത്ര നൈട്രജൻ ഉണ്ട്? അത്രയും നൈട്രജൻ പ്രൊഡക്റ്റ് സൈഡിൽ വേണം. അതുപോലെ എത്ര ഓക്സിജൻ ഉണ്ടാവോ അത്രയും ഹൈഡ്രജൻ, റിയാക്ടൻസ് സൈഡിൽ എത്ര നൈട്രജൻ ഉണ്ടോ അത്രയും നൈട്രജൻ പ്രൊഡക്റ്റ് സൈഡിൽ ഉണ്ടാവണം. അതേപോലെ റിയാക്ടൻസ് സൈഡിൽ എത്ര ഹൈഡ്രജൻ ഉണ്ടോ അത്രയും ഹൈഡ്രജൻ പ്രൊഡക്റ്റ് സൈഡിൽ ഉണ്ടാവണം. എങ്കിൽ മാത്രം ഒരു ഇക്വേഷൻ ബാലൻസ്ഡ് ഇക്വേഷൻ ആണെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ അങ്ങനെയാണോ? റിയാക്ടൻസ് സൈഡിൽ 2 നൈട്രജൻ ആണുള്ളത്, പ്രൊഡക്റ്റ് സൈഡിൽ 1 നൈട്രജനേ ഉള്ളൂ. അതേപോലെ റിയാക്ടൻസ് സൈഡിൽ 2 ഹൈഡ്രജൻ ഉണ്ട്, പ്രൊഡക്റ്റ് സൈഡിൽ 3 ഹൈഡ്രജൻ ആണ് ഉള്ളത്. സോ നമുക്ക് എന്ത് പറയാം? ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ അല്ല. സോ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഇക്വേഷനെ ബാലൻസ് ചെയ്യണം. ആദ്യം നമുക്ക് നൈട്രജനെ ബാലൻസ് ചെയ്യാം. അതായത് റിയാക്ടൻസ് സൈഡിൽ 2 നൈട്രജൻ ആണുള്ളത്. സോ പ്രൊഡക്റ്റ് സൈഡിൽ നമുക്ക് എത്ര നൈട്രജൻ വേണം? 2 നൈട്രജൻ വേണം. അങ്ങനെ നമുക്ക് ഇക്വേഷനെ കൺവേർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു എളുപ്പമാണ്, ചെറിയൊരു ഇക്വേഷൻ ടീച്ചർ പറഞ്ഞുതരാം, അത് ഓർത്തു വെക്കാം. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇതാണ് ഇക്വേഷൻ. ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ടു എന്നാണ് ഇക്വേഷൻ വരുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ടു
number of atoms in one molecule, number of atoms in one molecule into number of molecule. എന്താണ്? ഒരു ഇക്വേഷൻ ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ടു നമ്പർ ഓഫ് ആറ്റംസ് ഇൻ വൺ മോളിക്യൂൾ ഇൻടു നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഓക്കെ, നമ്മള് നൈട്രജനെയാണ് ബാലൻസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നോക്കാം, നമുക്ക് ഇവിടെ കുറച്ച് ഇക്വേഷനിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തണം. എവിടെയാണോ എണ്ണം കുറവുള്ളത് അവിടെയാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. എപ്പോഴും ഓർക്കുക, അടിയിലുള്ള നമ്പർ നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട് പാടില്ല. മോളിക്യൂൾസിന്റെ എണ്ണം മാത്രമേ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ഇവിടെ 2 നൈട്രജൻ ഉണ്ട്, ഇവിടെ നൈട്രജൻ ഒരെണ്ണേ ഉള്ളൂ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെയാണോ കുറവുള്ളത് അവിടെയാണ് ചേഞ്ച് വരുത്തേണ്ടത്. നമ്മൾ ചേഞ്ച് വരുത്തേണ്ടത് പ്രൊഡക്റ്റ് സൈഡിലാണ്. ഓക്കെ, ഇക്വേഷൻ നോക്കാം. ഇനിയാണ് ഇക്വേഷന്റെ യൂസ്. നോക്കിയേ, ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ടു നമ്പർ ഓഫ്, ഒന്നുകൂടെ എഴുതരാം കേട്ടോ, എന്താക്കി എഴുതട്ടെ. ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ടു number of atoms in one molecule, number of atoms in one molecule into number of molecule. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ഞാൻ പറഞ്ഞു ആ നേരത്തെ തന്നിട്ടുള്ള ഇക്വേഷനിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട്. എവിടെയാണോ എണ്ണം കുറവുള്ളത് അവിടെയാണ് മാറ്റം വരുത്തേണ്ടത്. നൈട്രജന്റെ എണ്ണം കുറവുള്ളത് പ്രൊഡക്റ്റ് സൈഡിലാണോ റിയാക്ടന്റ് സൈഡിലാണോ? നൈട്രജന്റെ എണ്ണം കുറവുള്ളത് പ്രൊഡക്റ്റ് സൈഡിലാണ്. സോ നമ്മൾ മാറ്റം വരുത്തേണ്ടത് പ്രൊഡക്റ്റ് സൈഡിലാണ്. അടിയിലുള്ള നമ്പർ ചേഞ്ച് ചെയ്യാൻ പാടില്ല, ഫ്രണ്ടിലുള്ള നമ്പർ അതായത് മോളിക്യൂൾസിന്റെ എണ്ണമാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. ഇത്രയും കാര്യം മൈൻഡിൽ ആലോചിച്ച് വെച്ചിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട്. കെമിസ്ട്രിയുടെ ഒരു പ്രത്യേകത, കുറേയൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ട, കുറെയൊക്കെ മനസ്സിലാക്കുക, ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർത്തു വെക്കുക, നമുക്ക് അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ പറ്റും. നോക്കാം, എവിടെയാണ് കുറവുള്ളത്? പ്രൊഡക്റ്റ് സൈഡിൽ. അപ്പൊ എവിടെയാണ് മാറ്റം വരുത്തേണ്ടത്? പ്രൊഡക്റ്റ് സൈഡിലാണ്. അടിയിലുള്ള നമ്പർ ചേഞ്ച് ചെയ്യാനായിട്ട് പാടില്ല. ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് അത് എത്രയാണ്? അതായത് പ്രൊഡക്റ്റ് സൈഡിൽ ആകെ എത്ര നൈട്രജൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ബാലൻസ്ഡ് ഇക്വേഷൻ ആയേനെ. പ്രൊഡക്റ്റ് സൈഡിൽ ആകെ എത്ര നൈട്രജൻ ഉണ്ടെങ്കിൽ ബാലൻസ്ഡ് ഇക്വേഷൻ ആയേനെ. 2 നൈട്രജൻ അല്ലെ. റിയാക്ടന്റ് സൈഡിൽ 2 നൈട്രജൻ ഉണ്ട്, പ്രൊഡക്റ്റ് സൈഡിലും 2 എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ ആയേനെ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ടു എന്താ വരാ? അതായത് ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ ആവാൻ ആകെ എത്ര നൈട്രജൻ ആവശ്യമാണ്? ഇനി ആവശ്യമുള്ളതല്ല, ആകെ എത്ര നൈട്രജൻ ആവശ്യമാണ്? 2. അടുത്ത് നോക്കാം, നമ്പർ ഓഫ് ആറ്റംസ് ഇൻ വൺ മോളിക്യൂൾ. ഒരു മോളിക്യൂൾ അമോണിയ, ഇതൊരു മോളിക്യൂൾ അമോണിയ ആണ് അല്ലെ. ഇങ്ങനെ എഴുതിയാല് അത് എത്ര മോളിക്യൂളായി? 2 മോളിക്യൂളായി. സോ നമുക്ക് തന്നിട്ടുള്ളത് ഒരു മോളിക്യൂൾ അമോണിയ ആണ്. ഒരു മോളിക്യൂൾ അമോണിയയില് എത്ര നൈട്രജൻ ആണ് ഉള്ളത്? എത്ര നൈട്രജൻ ആറ്റം ഉണ്ട്? ഒരു നൈട്രജൻ ആറ്റം ആണ് ഉള്ളത്. ഇൻടു നമ്പർ ഓഫ് മോളിക്യൂൾ, അതായത് ഇനി എത്ര മോളിക്യൂൾ എടുത്താൽ നമുക്ക് 2 കിട്ടും? ഒന്നുമില്ല, ഒന്നിന് ഏത് നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്താൽ 2 കിട്ടും? 2. ഒന്നിന് ഏത് നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്താൽ 2 കിട്ടും? 2. അപ്പൊ അത്രയും അമോണിയയുടെ മോളിക്യൂൾസ് നമ്മൾ എടുക്കണം. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം എന്ന് വെച്ചാല് സ്റ്റേബിൾ ആവാൻ ആകെ ആവശ്യമായിട്ടുള്ള ആറ്റങ്ങളുടെ എണ്ണം. ഇനി നമ്പർ ഓഫ് ആറ്റംസ് ഇൻ വൺ മോളിക്യൂൾ, അതായത് ഒരു മോളിക്യൂളിലുള്ള ആറ്റത്തിന്റെ എണ്ണം. എത്ര നൈട്രജൻ ആണ് ഒരു മോളിക്യൂൾ അമോണിയയിലുള്ളത്? ഒരു നൈട്രജൻ. ഇൻറ്റു അതായത് നമുക്ക് ആൻസർ 2 കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒന്നിനെ ഏത് നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യണം? 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. സോ അത്രയും മോളിക്യൂൾ അമോണിയ നമ്മൾ എടുക്കണം. ഇക്വേഷൻ ടീച്ചർ ഒന്നും കൂടി എടുത്ത് എഴുതാം. ഓക്കെ, N2 plus H2 gives എത്ര അമോണിയ എടുക്കണം? 2 അമോണിയ 2NH3. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഇക്വേഷൻ. ഇതൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആണ്. ഒരു പ്രാവശ്യം നമ്മൾ ആൻസർ ചെയ്തിട്ട് ഇത് ശരിയാണോ നമ്മൾ ചെക്ക് ചെയ്യണം. ഉത്തരം ശരിയാണോ എന്ന് പിന്നെയും ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ഇവിടെ എത്ര നൈട്രജൻ ഉണ്ട്? 2 നൈട്രജൻ ആണ് ഉള്ളത്. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ആണ്. ഇനി ഇവിടെ ചെക്ക് ചെയ്യാം നൈട്രജന്റെ എണ്ണം. നോക്കിയേ, നമ്പർ ഓഫ് ആറ്റംസ് ഇൻ വൺ മോളിക്യൂൾ. ഒരു മോളിക്യൂൾ അമോണിയയില് ഒരു നൈട്രജൻ ആണ് ഉള്ളത്. ഇവിടെ എത്ര മോളിക്യൂൾ ഉണ്ട്? 2 മോളിക്യൂൾ ഉണ്ട്. സോ 1 ഇൻറ്റു 2 ഈക്വൽ ടു 2. ഇനി ആകെയുള്ള ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം. ഒരു മോളിക്യൂൾ അമോണിയയില് 3 ഹൈഡ്രജൻ ഉണ്ട്. സോ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ വൺ മോളിക്യൂൾ ഇൻറ്റു നമ്പർ ഓഫ് മോളിക്യൂൾസ്. നമ്മുടെ എത്ര മോളിക്യൂൾ ഉണ്ട്? 2 ആണ്. അപ്പൊ 3 ഇൻറ്റു 2 6. ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ.
നൈട്രജന്റെ എണ്ണം ഈക്വൽ ആയി. റിയാക്ടന്റ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും 2 നൈട്രജൻ ഉണ്ട്. പക്ഷേ ഹൈഡ്രജൻ എണ്ണം നോക്കിയേ, റിയാക്ടന്റ് സൈഡിൽ 2 ഹൈഡ്രജൻ ആണുള്ളത്, പ്രൊഡക്റ്റ് സൈഡിൽ 6 ഹൈഡ്രജൻ ഉണ്ട്. സോ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഹൈഡ്രജനെ ബാലൻസ് ചെയ്യണം. നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ എവിടെയാണോ കുറവുള്ളത് അവിടെയാണ് നമ്മൾ ചേഞ്ച് വരുത്തേണ്ടത്. അടിയിലുള്ള നമ്പർ ചേഞ്ച് വരുത്താൻ പാടില്ല. മോളിക്യൂൾസിന് എണ്ണമാണ് മാറ്റം വരുത്തേണ്ടത്. ഇനി ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കാം, ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് നോക്കിയേ, എവിടെ മാറ്റം വരുത്തേണ്ടത്? റിയാക്ടന്റ് സൈഡിലാണ്, അവിടെയാണ് കുറവുള്ളത് അല്ലെ. ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്, അതായത് ആകെ എത്ര ഹൈഡ്രജൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ ആയേനെ. റിയാക്ടന്റ് സൈഡില് ആകെ 6 ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ ആയേനെ. നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 1 മോളിക്യൂൾ, ഒരു മോളിക്യൂൾ ഹൈഡ്രജനിൽ എത്ര ആറ്റം ഉണ്ട്? 2 എണ്ണം ഇൻറ്റു ഡാഷ്, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് 2ന് ഏത് നമ്പർ കൊണ്ട് 26 കിട്ടും? 3. അത്രയും ഹൈഡ്രജനെ നമ്മൾ റിയാക്ടന്റ് സൈഡിൽ എടുത്താല് ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ ആവും. അത്രയും ഹൈഡ്രജനെ നമ്മൾ റിയാക്ടന്റ് സൈഡിൽ എടുത്താല് ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ ആവും. ഓക്കെ, അത്രയും ഹൈഡ്രജനെ നമ്മൾ റിയാക്ടന്റ് സൈഡിൽ എടുത്താൽ ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ ആവും കേട്ടോ. നോക്കിയേ, അപ്പോ 3 ഹൈഡ്രജൻ എടുക്കാം. ഇക്വേഷൻ ഒന്നും കൂടി എടുത്ത് എഴുതാം. N2 plus 3H2 gives 2NH3. ഇനി നോക്കാം, ഇവിടെ ഇപ്പൊ എത്ര നൈട്രജൻ ഉണ്ട്? 2. എത്ര ഹൈഡ്രജൻ ഉണ്ട്? നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 1 മോളിക്യൂൾ ഇൻറ്റു നമ്പർ ഓഫ് മോളിക്യൂൾ, 2 ഇൻറ്റു 3 ഈക്വൽ ടു 6. ഇവിടെ നോക്കാം, എത്ര നൈട്രജൻ ഉണ്ട്? 2. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഇൻറ്റു 2 ഈക്വൽ ടു 6. നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? നൈട്രജനെയും ഹൈഡ്രജനെയും ബാലൻസ് ചെയ്തു. ഇവിടെ നോക്കുക, റിയാക്ടന്റ് സൈഡിലുള്ള ആറ്റങ്ങളുടെ എണ്ണം പ്രൊഡക്റ്റ് സൈഡിലുള്ള ആറ്റങ്ങളുടെ എണ്ണം സെയിം ആണ്. സോ ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. ഓക്കെ, ബാലൻസ് ചെയ്യാൻ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഈ സാധനം പഠിച്ചിട്ട് തന്നെ എക്സാമിന് പോയാൽ മതി കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നേരത്തെ ഇക്വേഷൻ തന്നെയാണ്. നോക്കാം, the unbalanced chemical equation regarding the formation of ammonia from nitrogen and hydrogen is given. അതായത് നൈട്രജനും ഹൈഡ്രജനും ചേർന്നിട്ട് അമോണിയ ഉണ്ടാകുന്ന ഒരു ഇക്വേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടാണ്, അപ്പൊ തന്നെ അങ്ങോട്ട് ചെയ്തു വെക്കുക. ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ദ സെയിം ടൈപ്പ് ഈസ് ബോത്ത് റിയാക്ടന്റ് സൈഡ് ആൻഡ് പ്രൊഡക്റ്റ് സൈഡ്. അതായത് ഓരോ ആറ്റങ്ങളും ഓരോ എലമെന്റിന്റെ ആറ്റങ്ങൾ റിയാക്ടന്റ് സൈഡിൽ എത്ര ഉണ്ട്, പ്രൊഡക്റ്റ് സൈഡിൽ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാണ് കേട്ടോ. നോക്കാം, if a 28 gram of nitrogen, എത്ര ഗ്രാം? 28 gram of nitrogen combines with 6 gram of hydrogen, then find out the mass of ammonia. നോക്കിയേ, 28 ഗ്രാം ഇക്വേഷനിൽ തന്നെ നോക്കാം കേട്ടോ. നൈട്രജൻ 28 ഗ്രാം നൈട്രജനും അതേപോലെ 6 ഗ്രാം ഹൈഡ്രജനും ചേർന്നിട്ടുണ്ടെങ്കിൽ എത്ര ഗ്രാം അമോണിയ ഉണ്ടാകുമെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, 28 ഗ്രാം നൈട്രജനും 6 ഗ്രാം ഹൈഡ്രജനും ചേർന്നിട്ടുണ്ടെങ്കിൽ എത്ര ഗ്രാം അമോണിയ ഉണ്ടാവും കണ്ടുപിടിക്കാനാണ് ചോദ്യം. ആദ്യം ചിന്തിക്കുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പോഴാണ് ലാവോസി പറഞ്ഞ കാര്യം നമ്മൾ ഓർക്കേണ്ടത് കേട്ടാ. എന്താണ് ലാവോസി പറഞ്ഞേ? ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടന്റ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് ദ പ്രൊഡക്റ്റ്. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ മാസ് കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്യില്ല. റിയാക്ടന്റ് ആകെ മാസ് തന്നെയായിരിക്കും പ്രൊഡക്റ്റിന്റെ ആകെ മാസും. അപ്പൊ നോക്കാം, വേറെ ഒന്നും ചിന്തിക്കേണ്ട, 2 റിയാക്ടൻസ് ആണ് നമുക്കുള്ളത്, ഒരേ ഒരു പ്രൊഡക്റ്റേ നമുക്കുള്ളൂ. റിയാക്ടന്റ് ആകെ മാസ് എത്രയാ? 28 + 6 ചെയ്യുമ്പോൾ നമുക്ക് 34 ഗ്രാം ആണ് കിട്ടുക. റിയാക്ടന്റ് ആകെ മാസ് എത്രയാണ്? 34. സോ പ്രൊഡക്റ്റിന്റെ ആകെ മാസ് എത്ര തന്നെ ആയിരിക്കും? 34 ഗ്രാം തന്നെ ആയിരിക്കും. ഓർത്തു വെക്കുക, ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടന്റ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് ദ പ്രൊഡക്റ്റ്. റിയാക്ടന്റ് ആകെ മാസും പ്രൊഡക്റ്റിന്റെ ആകെ മാസും എന്താണ്? ഈക്വൽ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ആൻഡ് മാർക്ക് ദ ഓക്സിഡേഷൻ നമ്പേഴ്സ് ഓഫ് കാർബൺ ഇൻ ദിസ് റിയാക്ഷൻ. ഓക്കെ, ഈ റിയാക്ഷനിൽ കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക. നോക്കാം, മുകളിൽ എഴുതി വെക്കുക കേട്ടാ. കാർബൺ റിയാക്ടൻസ് ആയിട്ടുള്ള ഒരു കാർബൺ നോക്കിയേ, ഈ കാർബൺ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് അല്ലെ. ഒരു എലമെന്റ് ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എലമെന്റൽ സ്റ്റേറ്റിൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 0 ആണ്. ഒന്നുകൂടി എടുത്ത് എഴുതാണ് ഇക്വേഷൻ. C plus 4HNO3 gives 2H2O plus CO2 plus 4N. Okay. എന്താ ചോദിച്ചേക്കണേ? ഫൈൻഡ് ഔട്ട് ആൻഡ് മാർക്ക് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് കാർബൺ. ഈ റിയാക്ഷനിൽ
കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ മാർക്ക് ചെയ്യുക. റിയാക്ടൻസ് ആയിട്ട് നോക്കിയേ, ഈ കാർബൺ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, ഒരു എലമെന്റ് ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എലമെന്റൽ സ്റ്റേറ്റിൽ അവരുടെ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. ഓക്കെ, ഇനി HNO3 ഓരോരുത്തരെയും കണ്ടുപിടിക്കാം. ഓക്സിജന്റെ -2 ആണ്, ഹൈഡ്രജന്റെ +1 ആണ്, നൈട്രജനെ നമുക്ക് അറിഞ്ഞുകൂടാ, തൽക്കാലം നമുക്ക് X ആയിട്ട് എടുക്കാം. ഇത് കണ്ടുപിടിക്കാം. നോക്കിയേ, ഹൈഡ്രജന്റെ +1, അപ്പൊ +1 ഇൻറ്റു മുകളിലുള്ള നമ്പർ ഇൻറ്റു അടിയിലുള്ള നമ്പർ 1 ആണ്. +1 ഇൻറ്റു 1 പ്ലസ് എക്സ് ഇൻറ്റു 1 പ്ലസ് -2 ഇൻറ്റു 3 ഈക്വൽ ടു 0. അപ്പൊ 1 പ്ലസ് എക്സ് പ്ലസ് -6 ഈക്വൽ ടു 0. അതായത് x ഈക്വൽ ടു 6 മൈനസ് 1, അതായത് x ഈക്വൽ ടു 5 പ്ലസ് 5. ഇവിടെ നൈട്രജന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? +5 ആണ് കേട്ടോ. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്, അപ്പൊ ടീച്ചർ ഒന്നും കൂടെ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ നൈട്രജന്റെ ഓക്സിഡേഷൻ നമ്പർ +5 ആണ്. ഇനി നോക്കാം, പ്രൊഡക്റ്റ് സൈഡിൽ നോക്കാം. ഓക്സിജന്റെ -2 ആണ്, ഹൈഡ്രജന്റെ +1 ആണ്. അപ്പൊ കുറച്ച് കോമൺ ആയിട്ടുള്ള ആൾക്കാരുടെ ഓക്സിഡേഷൻ നമ്പർ നിങ്ങൾ കാണാണ്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. ഓക്സിജന്റെ -2 ആണ്, -2 ഇൻറ്റു 2 -4. അപ്പൊ കാർബണിന്റെ എത്രയായിരിക്കും? +4 ആണ്. ഓക്കെ, ഇവിടെ ഓക്സിജന്റെ -2 ആണ്, അപ്പൊ നൈട്രജന്റെ എത്ര വരാം? -2 ഇൻറ്റു 2 -4. ഇത് ക്യാൻസൽ ചെയ്ത് പോണെങ്കിൽ നൈട്രജന്റെ എത്ര ആവണം? +4 ആവണം. റിയാക്ടൻസ് സൈഡിലുള്ള എല്ലാവരുടെയും അതേപോലെ പ്രൊഡക്റ്റ് സൈഡിലുള്ള എല്ലാവരുടെയും ഓക്സിഡേഷൻ നമ്പർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതൊരു എക്സ് എന്നുള്ളൊരു ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കണം, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അത് വെച്ചിട്ട് ഒന്നും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അടുത്തത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ഔട്ട് ആൻഡ് മാർക്ക് ദ ഓക്സിഡേഷൻ നമ്പേഴ്സ് ഓഫ് കാർബൺ ഇൻ ദിസ് റിയാക്ഷൻ. കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ മാർക്ക് ചെയ്യുക. റിയാക്ടൻസ് സൈഡിലെ കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരുന്നു, പ്രൊഡക്റ്റ് ആയപ്പോൾ എത്ര ആയിട്ട് മാറി? +4 ആയിട്ട് മാറി. What happens to the oxidation number of carbon in this reaction? ഈ റിയാക്ഷനില് കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പറിന് എന്താണ് സംഭവിച്ചേ? എന്താ സംഭവിച്ചേ? 0 ആയിരുന്നടാ. ഓക്സിഡേഷൻ നമ്പർ 0 ആയിരുന്നു, അത് എന്തായിട്ട് മാറി? +4 ആയിട്ട് മാറി. സോ ഓക്സിഡേഷൻ നമ്പർ ഈസ് ഇൻക്രീസ്ഡ്. കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തു, അത് കൂടി. What happens to carbon oxidation or reduction? കാർബണിന് എന്താണ് സംഭവിച്ചേ? ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ? ഇത്രയും നേരം നമ്മൾ ഇലക്ട്രോണിക് കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഓക്സിഡേഷനും റിഡക്ഷനും ഡിഫൈൻ ചെയ്തത്. ഇനി നമ്മൾ ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന കോൺസെപ്റ്റ് വെച്ചിട്ട് എന്താണ് ഓക്സിഡേഷൻ അല്ലെങ്കിൽ എന്താണ് റിഡക്ഷൻ എന്നാണ് പറയാൻ പോണേ. ഇതനുസരിച്ച് ഓക്സിഡേഷൻ നമ്പർ കോൺസെപ്റ്റ് അനുസരിച്ച് ഒരു റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുമ്പോ ഓക്സിഡേഷൻ നമ്പർ കൂടാണെങ്കിൽ, ഓക്സിഡേഷൻ നമ്പർ കൂടുകയാണെങ്കിൽ അതിനെ നമ്മൾ ഓക്സിഡേഷൻ എന്ന് വിളിക്കും, കുറയാണെങ്കിൽ നമ്മൾ റിഡക്ഷൻ എന്ന് വിളിക്കും. എന്നൂടെ പറയാം, റിയാക്ടൻസ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുമ്പോ ഓക്സിഡേഷൻ നമ്പർ കൂടാണെങ്കിൽ ഓക്സിഡേഷൻ എന്നും കുറയുകയാണെങ്കിൽ റിഡക്ഷൻ എന്നുമാണ് പറയാം. ഇവിടെ നോക്കിയേ, കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ കൂടി, അപ്പൊ നമുക്ക് എന്ത് പറയാം? കാർബണിന് ഓക്സിഡേഷൻ സംഭവിച്ചു പറയാം. ഒരാളുടെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുമ്പോ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിന് ഓക്സിഡേഷൻ സംഭവിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, നേരെ തിരിച്ചാണെങ്കിൽ റിഡക്ഷൻ ഒരെണ്ണം പഠിച്ചാൽ മതി, മറ്റേത് അതിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്തു വെക്കാം. ഓക്കെ, വാട്ട് ആർ ദ ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജന്റ് ഇൻ ദിസ് റിയാക്ഷൻ? ഞാൻ പറഞ്ഞു, ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാല് റിഡക്ഷൻ സംഭവിച്ച ആള്. ഓക്കെ, ഇവിടെ ആർക്കാണ് റിഡക്ഷൻ സംഭവിച്ചത്? നോക്കിയേ, നൈട്രജൻ അല്ലെ. നൈട്രജന്റെ +5 ആയിരുന്നു, എത്രയായിട്ട് മാറി? +4 ആയിട്ട് മാറി. അതായത് നൈട്രജന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ് കുറഞ്ഞത്. അപ്പൊ റിഡക്ഷൻ സംഭവിച്ച ആളാണ് നമ്മുടെ ഓക്സിഡൈസിങ് ഏജന്റ്. പക്ഷെ ഇവിടെ നൈട്രജൻ ഒറ്റയ്ക്കാണോ നിൽക്കണേ? അല്ല, HNO3 എന്ന കോമ്പൗണ്ടിലെ നൈട്രജൻ ആണ് ഇവിടെ റിഡക്ഷൻ സംഭവിച്ചേ. സോ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുമ്പോ നമ്മൾ ആരുടെ പേര് എഴുതണം? നൈട്രജന്റെ മാത്രം പേര് എഴുതിയാൽ ശരിയാവില്ല. എവിടെയുള്ള നൈട്രജൻ ആണോ റിഡക്ഷൻ സംഭവിച്ചത്? HNO3 നൈട്രജൻ ആണ് റിഡക്ഷൻ സംഭവിച്ചത്. സോ നമ്മുടെ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത് HNO3 ആണ്. ഓക്കെ, ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുമ്പോൾ റിഡക്ഷൻ സംഭവിച്ച ആള്. ഇവിടെ റിഡക്ഷൻ സംഭവിച്ചത് നൈട്രജൻ ആണ്. പക്ഷേ നൈട്രജൻ ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്, HNO3 എന്ന കോമ്പൗണ്ടിന്റെ ഫോമിലാണ് നിൽക്കുന്നത്. സോ നമ്മുടെ ഓക്സിഡൈസിങ് ഏജന്റ് HNO3 ആണ്. ഓക്കെ, അടുത്തത് which is the reducing agent. reducing agent എന്ന് പറഞ്ഞാല് ഓക്സിഡേഷൻ സംഭവിച്ച ആൾ.
ഓക്കെ, ടീച്ചർ ഒന്നുകൂടെ പറയാം. ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് വെച്ചാൽ റിഡക്ഷൻ സംഭവിച്ച ആള്. ഇവിടെ നൈട്രജൻ ആണ് റിഡക്ഷൻ സംഭവിച്ചേ, പക്ഷെ ഇവിടെ നൈട്രജൻ ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്, HNO3 എന്ന കോമ്പൗണ്ട് ആയിട്ടാണ് നിൽക്കുന്നത്. സോ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുമ്പോൾ നൈട്രജൻ ഒറ്റയ്ക്ക് എഴുതിയാൽ ശരിയാവില്ല, HNO3 തന്നെ എഴുതണം. അടുത്തത് റിഡ്യൂസിങ് ഏജന്റ്. റിഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാല് ഓക്സിഡേഷൻ സംഭവിച്ച ആള്. ആർക്കാണോ ഓക്സിഡേഷൻ സംഭവിച്ചത് അവരാണ് നമ്മുടെ റിഡ്യൂസിങ് ഏജന്റ്. ഇവിടെ കാർബണിനാണ് ഓക്സിഡേഷൻ സംഭവിച്ചേ, സോ കാർബൺ ആണ് നമ്മുടെ റിഡ്യൂസിങ് ഏജന്റ്. കാർബൺ ആണ് നമ്മുടെ റിഡ്യൂസിങ് ഏജന്റ്, അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ ഇൻ ദ ഫോളോയിങ് കോമ്പൗണ്ട്. കുറച്ച് കോമ്പൗണ്ട്സിന്റെ പേര് തന്നിട്ടുണ്ട്. അതിൽ സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സീകരണാവസ്ഥ കണ്ടുപിടിക്കാം. നോക്കാം, ഏത് കോമ്പൗണ്ടിന്റെ ആണോ കണ്ടുപിടിക്കാനുള്ളത് അത് നമ്മൾ ആദ്യമേ എടുത്തെഴുതാം, SO2. ഓക്കെ, അതില് ഒരാളുടെ ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ രണ്ടാൾക്കാർ ഓക്സിഡേഷൻ നമ്പർ തന്നിട്ടുണ്ടായിരിക്കും, അടുത്ത ആളെ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. തന്നിട്ടുള്ള ആൾക്കാരുടെ ഓക്സിഡേഷൻ നമ്പർ മുകളിൽ എഴുതി വെക്കുക. ഓക്സിജന്റെ എത്ര തന്നിട്ടുണ്ട്? -2. സൾഫറിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആളുടെ ഓക്സിഡേഷൻ നമ്പർ ആണോ നമുക്ക് അറിയാത്തത്, അല്ലെങ്കിൽ ആളുടെ ഓക്സിഡേഷൻ നമ്പർ ആണോ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, അതിന് എന്തായിട്ട് എടുക്കാം? നമ്മള് എക്സ് ആയിട്ട് എടുക്കാം. സോ ലെറ്റ് എക്സ് ബി ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ. സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ എക്സ് ആയിട്ട് എടുക്കാം. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? മുകളിലുള്ള നമ്പർ ഇൻറ്റു അടിയിലുള്ള നമ്പർ പ്ലസ് മുകളിലുള്ള നമ്പർ ഇൻറ്റു അടിയിലുള്ള നമ്പർ കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടണം. അപ്പൊ എക്സ് ഇൻറ്റു എക്സിന്റെ അടിയിൽ ഒന്നും കിട്ടില്ല, അതിനർത്ഥം എന്താ? 1. എക്സ് ഇൻറ്റു 1 പ്ലസ് -2 into 2 equal to 0. X into 1 x plus -2 into 2 -4 equal to 0. അതായത് x minus 4 equal to 0. x ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ x ഇവിടെ നിർത്താം, -4 ഇങ്ങോട്ട് എടുക്കുമ്പോ +4. അപ്പൊ ഇവിടെ സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ആണ്. അതേപോലെ അടുത്ത ചെയ്ത് നോക്കാം. നമുക്ക് അടുത്ത ചെയ്ത് നോക്കാം. വളരെ സിമ്പിൾ ആണ്, ഇത് സ്കിപ്പ് ചെയ്തിട്ട് പോവരുത് കേട്ടോ. അടുത്ത നോക്കാം, SO3. നേരത്തെ പറഞ്ഞ പോലെ SO3 കോമ്പൗണ്ടിന്റെ പേര് എഴുതി വെക്കാം. ഇനി തന്നിട്ടുള്ള ആൾക്കാരുടെ ഓക്സിഡേഷൻ നമ്പർ അതിന്റെ മുകളിലായിട്ട് എഴുതി വെക്കാം. ഓക്സിജന്റെ -2 ആണ്, സൾഫറിന്റെ നമുക്ക് അറിയില്ല, അറിയാത്ത ആളുടെ എക്സ് ആയിട്ട് എടുക്കുക. അതിന് എന്ത് ചെയ്യണം? മുകളിലുള്ള നമ്പർ ഇൻറ്റു അടിയിലുള്ള നമ്പർ 1 തന്നെയാണ്. അടുത്തത് മുകളിലുള്ള നമ്പർ ഇൻറ്റു അടിയിലുള്ള നമ്പർ -2 into 3 equal to 0. അപ്പൊ x into 1 x plus -2 into 3 -6 equal to 0. അതായത് x minus 6 equal to, കെമിസ്ട്രി അല്ല, ഇനി മൊത്തം മാത്സ് ആണ് കേട്ടോ. x minus 6 equal to 0, x equal to +6. ഇവിടെ സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ +6 ആണ്. അടുത്ത ചെയ്ത് നോക്കാം. ഇത് വെറുതെ കണ്ടുപോവാണ്ട് ചെയ്ത് പഠിക്കുക കേട്ടാ. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എഴുതാനായിട്ട് പറ്റണമെന്നില്ല. ഇത് ചെയ്ത് പഠിക്കേണ്ട സാധനങ്ങൾ ചെയ്ത് പഠിച്ചാലേ നമുക്ക് എക്സാമിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്ത നോക്കാം, H2SO3. ആദ്യം തന്നെ തന്നിട്ടുള്ള ആൾക്കാരുടെ ഓക്സിഡേഷൻ നമ്പർ എടുത്ത് എഴുതാം. ഓക്സിജന്റെ -2 ആണ്, ഹൈഡ്രജന്റെ +1 ആണ്, സൾഫറിന്റെ അറിയില്ല, സോ എക്സ്. സൾഫർ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ഒരാളാണ്. കോമ്പൗണ്ട് മാറിയപ്പോ അവർ ഓക്സിഡേഷൻ നമ്പർ മാറി. നോക്കാം, ഇനി എന്ത് ചെയ്യണം? മുകളിലുള്ള നമ്പർ +1 ഇൻറ്റു അടിയിലുള്ള നമ്പർ 2 പ്ലസ് മുകളിലുള്ള നമ്പർ എക്സ് അടിയിലുള്ള നമ്പർ 1 പ്ലസ് മുകളിലുള്ള നമ്പർ -2 അടിയിലുള്ള നമ്പർ 3 x +1 into 2 +2 plus x into 1 x plus -6 equal to 0. എന്ത് ചെയ്യാം? ഓപ്പൺ ചെയ്യാ. +2 plus x -6 equal to 0. x equal to -6 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ +6, +2 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ -2. എത്ര വരാം? 6 - 2 +4. ഇവിടെ ഹൈഡ്രജൻ സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ +4 ആണ്. അടുത്തത് ചെയ്ത് നോക്കാം. ഓക്കെ, എളുപ്പമാണ് കേട്ടാ, വളരെ സിമ്പിൾ ആണ്. കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് കോമ്പൗണ്ട് H2SO4, നമ്മുടെ സൾഫ്യൂരിക് ആസിഡ്. കോമ്പൗണ്ട് എടുത്ത് എഴുതാം. അറിയുന്ന ആൾക്കാരുടെ ഓക്സിഡേഷൻ നമ്പർ മുകളിൽ എഴുതി വെക്കുക. ഹൈഡ്രജന്റെ +1, സൾഫറിന്റെ x, ഓക്സിജന്റെ -2. എന്താ? മുകളിലുള്ള നമ്പർ ഇൻറ്റു താഴെയുള്ള നമ്പർ +1 into 2 പ്ലസ് x into 1 H2SO4 പ്ലസ് ഓക്സിജൻ -2 into 4 equal to 0 +2
പ്ലസ് എക്സ് മൈനസ് 2 into 4 മൈനസ് 8 ഈക്വൽ ടു 0. ഓക്കെ, എക്സ് ഇവിടെ നിർത്താം. മൈനസ് 2 ഇങ്ങോട്ട് എടുക്കുമ്പോൾ പ്ലസ് 2 പ്ലസ് മൈനസ് 8 ഇങ്ങോട്ട് എടുക്കുമ്പോൾ പ്ലസ് 8 പ്ലസ് 2 ഇങ്ങോട്ട് എടുക്കുമ്പോൾ മൈനസ് 2. അപ്പൊ എന്താ വരാ? പ്ലസ് 6. ഓക്കെ, അപ്പൊ തന്നിട്ടുള്ള എല്ലാവരുടെയും ഓക്സിഡേഷൻ നമ്പർ, എല്ലാ കോമ്പൗണ്ടിലും സൾഫർ കാണിക്കുന്ന ഓക്സിഡേഷൻ നമ്പർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. എക്സാമിന് മസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പൊ സ്കിപ്പ് ചെയ്യരുത്, ചെയ്ത് നോക്കുക. വെറുതെ ഇങ്ങനെ കണ്ടു നോക്കാണ്ട് ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചർക്ക് മെസ്സേജ് അയക്കുക കേട്ടോ. നെക്സ്റ്റ്, certain statements are given below. Write whether they are true or false. കുറെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, അത് ശരിയായിട്ടുള്ളതാണോ തെറ്റായിട്ടുള്ളതാണോ എഴുതാം. The process involving an increase in oxidation number is called oxidation. Oxidation number കൂടുന്ന പ്രോസസ്സിനെയാണ് ഓക്സിഡേഷൻ എന്ന് പറയുക. ശരിയാണ് കേട്ടോ. ഒരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ടി. നിങ്ങൾ എക്സാമിന് ട്രൂ തന്നെ എഴുതി വെക്കണം കേട്ടോ. And the process involving decrease in oxidation number is called reduction. Oxidation number കുറയുന്ന പ്രോസസ് നമുക്ക് റിഡക്ഷൻ എന്ന് വിളിക്കാം. In a chemical reaction, oxidizing agent undergo reduction. ഒരു കെമിക്കൽ റിയാക്ഷനില് ഓക്സിഡൈസിങ് ഏജന്റ് റിഡക്ഷൻ സംഭവിക്കുന്നു. വളരെ ശരിയായിട്ടുള്ള കാര്യം. അത് നോക്കാം. ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഓക്സിഡൈസിങ് ഏജന്റ് അണ്ടർഗോ ഓക്സിഡേഷൻ തെറ്റാണ്. ഓക്കെ, അപ്പൊ ഒരെണ്ണം ഫോൾസ്, ബാക്കിയൊക്കെ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അടുത്തത്, ടു കെമിക്കൽ റിയാക്ഷൻസ് ആർ ഗിവൺ ബിലോ. ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ നമ്പേഴ്സ് ഓഫ് ആറ്റംസ് ആൻഡ് ചെക്ക് വെദർ ദീസ് റിയാക്ഷൻസ് ആർ റിഡോക്സ് റിയാക്ഷൻ. നോക്കിയടാ, ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള റിയാക്ഷൻസിനാണ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ചെക്ക് വെദർ ദിസ് ഈസ് എ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാല് അവിടെ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാം. അത്രേ ഉള്ളൂ. ആദ്യത്തെ ഇക്വേഷൻ ഒന്നുകൂടി എടുത്തെഴുതാം. CaCO3 plus 2HCl gives CaCl2 plus H2O plus CO2. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയോ? ഓരോ റിയാക്ടന്റ് സൈഡിൽ പ്രൊഡക്റ്റ് സൈഡിലുള്ള ഓരോ ആൾക്കാരുടെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാം. കാൽഷ്യത്തിന്റെ +2 ആണ്, ഓക്സിജന്റെ -2 ആണ്. സോ ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ഈ പറഞ്ഞ പോലെ +2 plus x plus -6 equal to 0. Okay. X equal to +6 -2 equal to +4. കാർബണിന്റെ ഇവിടെ +4 ആണ്. അതേപോലെ ഓരോരുത്തരെ കണ്ടുപിടിക്കാം കേട്ടോ. ഹൈഡ്രജന്റെ +1 ആണ്. ഇതൊക്കെ നമ്മൾ കാണാണ്ട് പഠിക്കേണ്ടതാണ്. ക്ലോറിന്റെ -1 ആണ്. കാൽഷ്യം ക്ലോറൈഡില് ക്ലോറിന്റെ -1, കാൽഷ്യത്തിന്റെ +2. അതേപോലെ H2O ഓക്സിജൻ -2, ഹൈഡ്രജൻ +1. കാർബൺ ഡയോക്സൈഡില് ഓക്സിജൻ -2, കാർബൺ +4. ഓക്കെ, ഇനി നോക്കാം. റിയാക്ടൻസ് ആയിട്ടുള്ള ഓക്സിഡേഷൻ നമ്പറുകളും പ്രൊഡക്ട്സ് ആയിട്ടുള്ള ഓക്സിഡേഷൻ നമ്പറുകളും കമ്പയർ ചെയ്യാം. നോക്കിയേ, കാൽഷ്യം റിയാക്ടൻസ് ആയിട്ടുള്ള +2 ആയിരുന്നു, പ്രൊഡക്റ്റ് സൈഡിലും +2 തന്നെയാണ്. അതേപോലെ കാർബൺ റിയാക്ടൻസ് സൈഡിൽ +4 ആണ്, പ്രൊഡക്റ്റ് സൈഡിൽ +4 ആണ്. ഓക്സിജൻ റിയാക്ടൻസ് സൈഡിൽ -2 ആണ്, പ്രൊഡക്റ്റ് സൈഡിലും -2 ആണ്. ഹൈഡ്രജൻ റിയാക്ടൻസ് സൈഡിൽ +1 ആണ്, പ്രൊഡക്റ്റ് സൈഡിൽ +1 ആണ്. ക്ലോറിൻ റിയാക്ടൻസ് സൈഡിൽ -1 ആണ്, പ്രൊഡക്റ്റ് സൈഡിലും -1 ആണ്. സോ ഇവിടെ ഓക്സിഡേഷൻ നമ്പറിൽ ഒരു വ്യത്യാസവും സംഭവിക്കുന്നില്ല. അതായത് ഇവിടെ എന്ത് നടക്കണില്ല? ഓക്സിഡേഷനോ റിഡക്ഷനോ നടക്കുന്നില്ല. സോ നമുക്ക് എന്ത് പറയാം? ഇതൊരു റിഡോക്സ് റിയാക്ഷൻ അല്ല. ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള റിയാക്ഷൻസിനെ മാത്രമാണ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ റിയാക്ടൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഓക്സിഡേഷൻ നമ്പറും പ്രൊഡക്റ്റ് സൈഡിലുള്ള ആൾക്കാരുടെ ഓക്സിഡേഷൻ നമ്പറും ഈക്വൽ ആണ്. സോ ഇവിടെ എന്ത് നടക്കണില്ല? ഓക്സിഡേഷനോ റിഡക്ഷനോ സംഭവിക്കുന്നില്ല എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത ഇക്വേഷൻ ഇതേപോലെ എടുത്ത് എഴുതാം. എന്നിട്ട് നമുക്ക് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാം. Zn plus 2HCl gives ZnCl2 plus H2. എന്ത് ചെയ്യണം? റിയാക്ടൻസ് ആയിട്ടുള്ള ഓരോരുത്തരുടെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാം, പ്രൊഡക്റ്റ് സൈഡിലുള്ള ഓരോരുത്തരുടെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാം. റിയാക്ടൻസ് ആയിട്ടുള്ള സിങ്ക് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ 0. ഹൈഡ്രജൻ, ഓക്കെ, ഹൈഡ്രജന്റെ +1 ആണ്, ക്ലോറിന്റെ -1 ആണ്. പ്രൊഡക്റ്റ് സൈഡ് നോക്കാം, ക്ലോറിന്റെ -1 ആണ്. -1 × 2 -2. അപ്പൊ സിങ്കിന്റെ എത്ര വരാ? +2 ആണ് വരാ. എന്നാൽ മാത്രമേ ക്യാൻസൽ ആക്കിയത് 0 ആയിട്ട് പോവുള്ളൂ.
ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം, സിങ്കിന് പകരം എക്സ് എന്ന് കൊടുക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി ഹൈഡ്രജൻ ഒറ്റയ്ക്ക് നിൽക്കാണ്. സോ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 0. H2 നമ്മൾ പഠിച്ചിട്ടുണ്ട്, H2Cl2 ന്റെ ഒക്കെ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. H2Cl2O2N2F2 ഇവരുടെയൊക്കെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. ഓക്കെ, എന്ത് ചെയ്യാം, റിയാക്ടൻസ് ആയിട്ടുള്ള ഓക്സിഡേഷൻ നമ്പറും പ്രൊഡക്ട്സ് ആയിട്ടുള്ള ഓക്സിഡേഷൻ നമ്പറും കമ്പയർ ചെയ്യാം. സിങ്കിന് 0 ആയിരുന്നു, അത് +2 ആയിട്ട് മാറി, ഓക്സിഡേഷൻ നമ്പർ കൂടി. ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന റിയാക്ഷനെയാണ് നമ്മള് ഓക്സിഡേഷൻ എന്ന് പറയണേ. അപ്പൊ നമുക്ക് എന്ത് പറയാം, സിങ്കിന് ഓക്സിഡേഷൻ സംഭവിച്ചു എന്ന് പറയാം. ഇനി അടുത്തത് ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആയിരുന്നു, പ്രൊഡക്റ്റ് ആയപ്പോ എന്തായിട്ട് മാറി, 0 ആയിട്ട് മാറി. അതായത് ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന റിയാക്ഷനെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് റിഡക്ഷൻ എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് എന്ത് പറയാം, ഹൈഡ്രജന് റിഡക്ഷൻ ആണ് സംഭവിച്ചതെന്ന് പറയാം. ഓക്കെ, സിങ്കിന് ഓക്സിഡേഷനും ഹൈഡ്രജന് റിഡക്ഷനുമാണ് സംഭവിച്ചത്. സോ ദിസ് ഈസ് എ റിഡോക്സ് റിയാക്ഷൻ. ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള റിയാക്ഷൻസിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ ഒരു റിഡോക്സ് റിയാക്ഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the gaseous fuel carbon monoxide burns in oxygen to form carbon dioxide. നോക്കിയേ, കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞാൽ CO, അത് ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്തപ്പോ എന്തുണ്ടായി, കാർബൺ ഡയോക്സൈഡ് അതായത് CO2 ഉണ്ടായി. റൈറ്റ് ദ ബാലൻസ്ഡ് ഇക്വേഷൻ. ഒരു ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്, ഇത് ബാലൻസ്ഡ് ആണോ ചെക്ക് ചെയ്യണം. ബാലൻസ്ഡ് ആണെങ്കിൽ റിയാക്ടൻസ് ആയിട്ടുള്ള ആറ്റങ്ങളുടെ എണ്ണവും പ്രൊഡക്ട്സ് ആയിട്ടുള്ള ആറ്റങ്ങളുടെ എണ്ണം എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഇവിടെ കാർബൺ റിയാക്ടൻസ് ആയിട്ടുള്ള എത്ര എണ്ണം ഉണ്ട്, ഒരെണ്ണം. ഓക്സിജൻ 3 എണ്ണം. ഇവിടെ കാർബൺ റിയാക്ടൻസ് ആയിട്ടുള്ള ഒരെണ്ണം, ഓക്സിജൻ 2 എണ്ണം. കാർബണിന്റെ എണ്ണം ഈക്വൽ ആണോ, ഓക്സിജന്റെ എണ്ണം ഈക്വൽ അല്ല. സോ ഇതൊരു ബാലൻസ് ഇക്വേഷൻ അല്ല. നമ്മൾ പറഞ്ഞു എവിടെയാണോ കുറവുള്ളത് അവിടെയാണ് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത്. പക്ഷേ അപ്പൊ എവിടെയാ കുറവുള്ളത്, ഈ സൈഡിൽ. 2നെ നമുക്ക് എത്ര ആക്കാൻ പറ്റുമോ, 3 ആക്കാൻ പറ്റുമോ, ഇല്ല. അപ്പൊ നമുക്ക് എന്ത് നോക്കാം, 4 ആക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, 4 ആക്കാൻ പറ്റുമോ നോക്കാം. 2നെ 4 ആക്കാൻ പറ്റൂലേ, പറ്റും. ഇത് കുറെയൊക്കെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നോക്കിയേ, റിയാക്ടൻസ് സൈഡിൽ 2 ഓക്സിജൻ ഉണ്ട്, പ്രൊഡക്റ്റ് സൈഡിൽ 3 ഓക്സിജൻ ആണുള്ളത്. സോ നമ്മൾ ഈ നമ്പർ ഈക്വൽ ആക്കണം. പക്ഷേ ഈ 2നെ ഒരു നമ്പർ കൊണ്ട് ഇൻഡു ചെയ്താൽ നമുക്ക് 3 കിട്ടില്ല. സോ എന്തായാലും 2 സൈഡിലും 3 ആക്കാനായിട്ട് നമുക്ക് പറ്റില്ല. ഇനി 2 സൈഡിലും 4 ആക്കാൻ പറ്റുമോ നോക്കാം. അതാണ് നമ്മൾ നോക്കണ്ടേ. ഇവിടെ നോക്കിയേ, 2 മോളിക്യൂള് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്താല് ഓക്സിജൻ എണ്ണം എത്ര ആവും, 2 × 2 4. പക്ഷെ ഇവിടെ ഓക്സിജൻ എണ്ണം 3 ഉള്ളൂ. ഇവിടെ നമുക്ക് ഓക്സിജൻ എണ്ണം 4 ആക്കണം. അതിനെന്താ ഒരു വഴി, ഇവിടെ നോക്കിയേ, ഇവിടെ 2 എടുക്കാം. അപ്പൊ നോക്കിയേ, കാർബൺ എത്ര ഉണ്ടാവും, 1 × 2 2. ഓക്സിജൻ എത്ര ഉണ്ടാവും, നമുക്ക് ഒരു മോളിക്യൂളില് ഒരു ഓക്സിജൻ എത്ര മോളിക്യൂൾ ഉണ്ട്, 2. ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ 2 2 + 2 എണ്ണം വരും, 4. ഓക്കെ, കാർബൺ മോണോക്സൈഡിൽ മാത്രം എത്ര ഓക്സിജൻ കിട്ടും, കാർബൺ മോണോക്സൈഡിൽ മാത്രം 2 ഓക്സിജൻ കിട്ടും. പിന്നെ ഇവിടെ 2 ഓക്സിജൻ ഉണ്ട് അല്ലെ. അപ്പൊ 2 + 2 4. അങ്ങനെയാണെങ്കിൽ 2 സൈഡിലും എന്തായി, ഓക്സിജൻ എണ്ണവും കാർബൺ എണ്ണവും ഈക്വൽ ആയി. സോ ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ ആയിട്ട് മാറി. നേരത്തെ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ മൈൻഡിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിയാലും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. ഓക്കെ, എന്താ നമ്മൾ ചെയ്തത്, ഓക്സിജൻ എണ്ണവും കാർബൺ എണ്ണവും നോക്കി. ഇവിടെ ഓക്സിജൻ 3 ആയിരുന്നു, ഇവിടെ 2 ആയിരുന്നു. നമുക്ക് 2നെ ഒരിക്കലും 3 ആക്കാനായിട്ട് പറ്റില്ല. നമ്മൾ എന്ത് ചെയ്തു, 2 സൈഡിലും 4 എണ്ണം ആക്കാൻ വേണ്ടി ട്രൈ ചെയ്തു. ഇവിടെ 2 മോളിക്യൂള് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്താൽ ഓക്സിജൻ എണ്ണം 4 ആവും. ഇവിടെയും ഓക്സിജൻ എണ്ണം 4 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 കാർബൺ മോണോക്സൈഡ് എടുത്തു. അപ്പൊ 2 സൈഡിലും ഓക്സിജൻ എണ്ണം 4 ആയി, ഇക്വേഷൻ ബാലൻസ്ഡ് ആയി. ഈസ് ദിസ് എ റിഡോക്സ് റിയാക്ഷൻ? റിഡോക്സ് റിയാക്ഷൻ ആണോ ചെക്ക് ചെയ്യാം. റിഡോക്സ് റിയാക്ഷൻ ആണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞാല് ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നുണ്ടോ റിഡക്ഷൻ നടക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ, ഓക്സിജന്റെ -2 ആണ്. അപ്പൊ കാർബണിന്റെ എത്രയായിരിക്കും, +2. ഇവിടെ ഓക്സിജന്റെ എത്രയാണ്, 0 ആണ്. O2 N2 F2 Cl2 അവരുടെയൊക്കെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. ഇവിടെ നോക്കിയേ, ഓക്സിജന്റെ -2, കാർബണിന്റെ +4 അല്ലെ. ഇവിടെ ഓക്സിജന്റെ -2 ആണ്. സോ ഇത് ക്യാൻസൽ ആയത് 0 ആയിട്ട് പോകണമെങ്കിൽ കാർബൺ എത്ര വേണം, +2 വേണം. ഇവിടെ ഓക്സിജന്റെ 0 ആണ്, ഒരാൾ ഓക്സിജൻ
O2, N2, F2, Cl2 ഒക്കെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. ഇവിടെ നോക്ക് ഓക്സിജന്റെ -2 ആണ്, പക്ഷെ രണ്ട് ഓക്സിജന്റെ -2 × 2 -4 ആണ്. ഇത് ക്യാൻസൽ ആയിട്ട് പോകണമെങ്കിൽ 4 + 4 വേണം, കാർബണിന് +4 വേണം. ഇനി നോക്കാം, കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ +2 ആയിരുന്നു, അത് +4 ആയിട്ട് മാറി, ഓക്സിഡേഷൻ നമ്പർ കൂടി. സോ നമുക്ക് എന്ത് പറയാം, കാർബൺ ഓക്സിഡേഷൻ സംഭവിച്ചു. ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആയിരുന്നു, അത് എത്രയായിട്ട് മാറിയിട്ടുണ്ട്, അല്ല ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരുന്നു, അതെന്തായിട്ട് മാറി, -2 ആയിട്ട് മാറി, ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. അപ്പൊ ഓക്സിജൻ ഇവിടെ റിഡക്ഷൻ ആണ് സംഭവിച്ചത്. ഒന്നും കൂടെ പറഞ്ഞു തരണോ നിങ്ങൾക്ക്, കാർബൺ എങ്ങനെ കണ്ടുപിടിച്ചതെന്നൊന്ന് പറഞ്ഞുതരാം കേട്ടാ. കാർബൺ മോണോക്സൈഡില് കാർബൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അത് മൂന്ന് ടീച്ചർ എടുത്ത് എഴുതാണ്. അതില് ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്, കാർബണിന്റെ നമുക്ക് അറിയില്ല. അപ്പൊ കാർബണിന്റെ എക്സ് ആയിട്ട് എടുക്കാം. നമുക്കറിയാം മുകളിലുള്ള നമ്പർ ഇൻറ്റു അടിയിലുള്ള നമ്പർ പ്ലസ് മുകളിലുള്ള നമ്പർ ഇൻറ്റു അടിയിലുള്ള നമ്പർ കൂട്ടുമ്പോൾ 0 ആണ് കിട്ടണ്ടേ. അപ്പൊ എക്സ് പ്ലസ് -2 = 0, എക്സ് -2 = 0, എക്സ് = +2. അതായത് ഇവിടെ കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ +2 ആണ്, ഓക്സിജന്റെ -2. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. പിന്നെ O2, N2, F2 ഡയാറ്റോമിക് മോളിക്യൂള്, ഹോമോ ഡയാറ്റോമിക് മോളിക്യൂൾസിന്റെ ഒക്കെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. സോ ഇവിടെ ഓക്സിജന്റെ 0. ഇനി ഇത് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓക്സിജന്റെ -2 ആണ്, അത് ഫിക്സ്ഡ് ആണ്. കാർബണിന്റെ അറിയില്ല, നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. നേരത്തെ പറഞ്ഞ പോലെ മുകളിലുള്ള നമ്പർ ഇൻറ്റു അടിയിലുള്ള നമ്പർ പ്ലസ് മുകളിലുള്ള നമ്പർ ഇൻറ്റു അടിയിലുള്ള നമ്പർ ഈക്വൽ ടു 0. എക്സ് പ്ലസ് -2 × 4 -4 ഈക്വൽ ടു 0. എക്സ് -4 ഈക്വൽ ടു 0. എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സിന് ഇവിടെ നിർത്താം, -4 ഇങ്ങോട്ട് എടുക്കുമ്പോൾ +4. ഓക്കെ, ഇവിടെ കാർബണിന്റെ ഓക്സിജന്റെ -2 ആണ്, കാർബണിന്റെ +4 ആണ്. കാർബൺ +2 ആയിരുന്നു, അത് +4 ആയിട്ട് മാറി, ഓക്സിഡേഷൻ നമ്പർ കൂടി. ഓക്സിജന്റെ 0 ആയിരുന്നു, കാർബൺ എന്ത് സംഭവിച്ചു, ഓക്സിഡേഷൻ സംഭവിച്ചു, ഓക്സിഡേഷൻ നമ്പർ കൂടി. ഓക്സിജന്റെ -2 ആയിരുന്നു, അത് ഓക്സിജന്റെ 0 ആയിരുന്നു, അത് -2 ആയിട്ട് മാറി, അതായത് അതിന് റിഡക്ഷൻ സംഭവിച്ചു, ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. അപ്പൊ ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ്. ഇവിടെ ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കുന്നുണ്ട്. സോ ദിസ് ഈസ് എ റിഡോക്സ് റിയാക്ഷൻ. അടുത്തത്, വാട്ട് ഈസ് ദ ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ ദിസ് റിയാക്ഷൻ? ഓക്സിഡൈസിങ് ഏജന്റ്, റിഡക്ഷൻ സംഭവിച്ച ആളാണ് ഓക്സിഡൈസിങ് ഏജന്റ്. റിഡക്ഷൻ സംഭവിച്ചത് ഓക്സിജൻ ആണ്, അല്ലെ? റിഡക്ഷൻ സംഭവിച്ചത് ഓക്സിജൻ ആണ്. സോ ഓക്സിജൻ ആണ് നമ്മുടെ ഓക്സിഡൈസിങ് ഏജന്റ്. അടുത്തത്, ഓക്കെ, വാട്ട് ഈസ് ദ റെഡ്യൂസിങ് ഏജന്റ്? ഓക്സിഡേഷൻ സംഭവിച്ച ആളാണ് റെഡ്യൂസിങ് ഏജന്റ്. ഓക്സിഡേഷൻ സംഭവിച്ചത് കാർബണിനാണ്. സോ കാർബൺ ആണ് നമ്മുടെ റെഡ്യൂസിങ് ഏജന്റ്. എപ്പോഴും ഓർത്തു വെക്കാട്ടാ. ഓക്കെ, ഓക്സിഡേഷൻ സംഭവിച്ച ആള് റെഡ്യൂസിങ് ഏജന്റ്, റിഡക്ഷൻ സംഭവിച്ച ആള് ഓക്സിഡൈസിങ് ഏജന്റ്, ഓക്സിജൻ ഓക്സിഡൈസിങ് ഏജന്റ്, കാർബൺ റെഡ്യൂസിങ് ഏജന്റും ആണ് കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കാം. Analyze the chemical equation. Mark the oxidation numbers of atoms before and after the reaction. Okay, കാർബണിന്റെ ഇവിടെ റിയാക്ഷനിലുള്ള ഓരോ ആറ്റത്തിന്റെയും ഓക്സിഡേഷൻ നമ്പർ മാർക്ക് ചെയ്യുക. Is CCl2 plus H2. കാൽഷ്യം ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. ഹൈഡ്രജന്റെ +1 ആണ്, ക്ലോറിന്റെ -1 ആണ്. ഇവിടെ ക്ലോറിന്റെ -1 ആണ്. -1 × 2 -2. അപ്പൊ അത് ക്യാൻസൽ ആയിട്ട് പോകണമെങ്കിൽ കാൽഷ്യത്തിന്റെ എത്ര വേണം, +2 ആവണം. ഹൈഡ്രജൻ H2, N2, F2, Cl2 ഒക്കെ 0 ആണ്. ഇനി നോക്കാം, which atom undergoes oxidation? ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രോസസ് ആണ് ഓക്സിഡേഷൻ. കാൽഷ്യത്തിന്റെ 0 ആയിരുന്നു, അത് +2 ആയിട്ട് മാറി, ഓക്സിഡേഷൻ നമ്പർ കൂടി. നമുക്ക് എന്ത് പറയാം, കാൽഷ്യത്തിന് ഓക്സിഡേഷൻ സംഭവിച്ചു എന്ന് പറയാം. ഹൈഡ്രജന്റെ +1 ആണ്, അത് 0 ആയിട്ട് മാറി, ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. അപ്പൊ ഹൈഡ്രജന് റിഡക്ഷൻ സംഭവിച്ചു പറയാം. ഓക്സിഡേഷൻ നമ്പർ കുറയണത് റിഡക്ഷൻ, ഓക്സിഡേഷൻ നമ്പർ കൂടുന്നത് ഓക്സിഡേഷൻ. ഇനി വാട്ട് ആർ ദ ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജന്റ്? റിഡക്ഷൻ സംഭവിച്ച ആള് ഓക്സിഡേഷൻ സംഭവിച്ച ആള് റെഡ്യൂസിങ് ഏജന്റ്.
ഓക്സിഡേഷൻ സംഭവിച്ച ആളാണ് നമ്മുടെ റെഡ്യൂസിങ് ഏജന്റ്. ഓക്സിഡേഷൻ സംഭവിച്ച ആള് റെഡ്യൂസിങ് ഏജന്റ്. റിഡക്ഷൻ സംഭവിച്ച ആള് ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്കെ, അപ്പൊ റെഡ്യൂസിങ് ഓക്സിഡേഷൻ സംഭവിച്ച ആർക്കാണ്? കാൽഷ്യത്തിനാണ്. കാൽഷ്യം ആണ് നമ്മുടെ റെഡ്യൂസിങ് ഏജന്റ്. ഇനി റിഡക്ഷൻ സംഭവിച്ചത് ഹൈഡ്രജൻ ആണ്. HCl ഉള്ള ഹൈഡ്രജൻ ആണ്. സോ HCl ആണ് നമ്മുടെ ഓക്സിഡൈസിങ് ഏജന്റ്. നോക്ക, റിഡക്ഷൻ സംഭവിച്ച ശരിക്കും ഹൈഡ്രജൻ ആണ്. പക്ഷെ ഇവിടെ ഹൈഡ്രജൻ ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്, HCl എന്ന കോമ്പൗണ്ട് ആയിട്ടാണ് നിൽക്കുന്നത്. സോ നമ്മുടെ ഓക്സിഡൈസിങ് ഏജന്റ് HCl ആണ് കേട്ടോ. ഓക്കെ, എപ്പോഴും ഓർത്തു വയ്ക്കുക, റിഡക്ഷൻ സംഭവിച്ച ആള് ഓക്സിഡൈസിങ് ഏജന്റ്, ഓക്സിഡേഷൻ സംഭവിച്ച ആള് റെഡ്യൂസിങ് ഏജന്റ്. ഇവിടെ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് കാൽഷ്യത്തിനാണ്. സോ കാൽഷ്യം ആണ് നമ്മുടെ റെഡ്യൂസിങ് ഏജന്റ്. ഇവിടെ റിഡക്ഷൻ സംഭവിക്കുന്നത് ഹൈഡ്രജൻ ആണ്. പക്ഷേ ഹൈഡ്രജൻ ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്, HCl എന്ന കോമ്പൗണ്ട് ഫോമിലാണ് നിൽക്കുന്നത്. സോ ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ് HCl ആണ്. ഓക്കെ, അപ്പൊ നമ്മള് നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ ചെയ്തു നോക്കിയത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, വെറുതെ ഇരുന്ന് വീഡിയോ കാണാണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോ നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ ഇതൊക്കെ പഠിച്ചിട്ട് വേണം നിങ്ങൾ നമ്മുടെ ക്രിസ്മസ് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട് കേട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.